ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ. ഇമെയിലിൽ ലഭിച്ച പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അതിവേഗ നടപടി. പാലക്കാട്ടെ KPM ഹോട്ടലിൽ വെച്ച് അർദ്ധരാത്രിയോടെയാണ് പോലീസ് പിടികൂടിയത്. പഴുതടച്ച നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. മൂന്നാം കേസിൽ അതിശക്തമായ തെളിവുകൾ യുവതി കൈമാറിയെന്നാണ് സൂചന. ക്രൂരമായ പീഡനത്തിനൊപ്പം ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതി മൊഴി നൽകി. പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു, ശാന്തകുമാർ വള്ളാലത്ത്, ആഷിഖ് റഹ്മാൻ, ആസിഫ് മുഹമ്മദ്, അജിത്ത് എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരും. ഇപ്പോൾ ആദ്യം ശ്രീരാജ് ബാബുവിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. നാടകീയതകൾക്കൊക്കെ ഒടുവിൽ അപ്രതീക്ഷിതം എന്ന കണക്കോണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അർദ്ധരാത്രിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ പരാതിയുടെ പശ്ചാത്തലം എന്താണ് ശ്രീരാജ്? അതിൽ നിന്ന് തുടങ്ങാം. ഇത് ഒരാഴ്ച മുൻപ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതീവ രഹസ്യമായി നടന്ന ഈ അന്വേഷണത്തിനൊടുവിൽ അല്ലെങ്കിൽ ഈ നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ പാലക്കാട് നിന്നും MLA അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചിട്ടുള്ളത്. അതീവ രഹസ്യമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇത് അന്വേഷിക്കുന്നു. പാലക്കാട് എത്തുന്നു. പാലക്കാട് എത്തുന്ന ഘട്ടത്തിൽ എന്ത് കാര്യത്തിനാണ് അല്ലെങ്കിൽ എന്തിന്റെ പരാതിയിലാണ് എന്നത് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാത്ത തരത്തിലുള്ള അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോയത്. ശേഷം പാലക്കാട് ഹോട്ടലിലെ ഫ്ളാറ്റിലെത്തിച്ച് അല്ലെങ്കിൽ ഫ്ളാറ്റിലെ റൂമിലെത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെയും രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളോടോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരോടോ പോലും ഒരു ഘട്ടത്തിലും ഈ കാര്യം അന്വേഷണ സംഘം പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വരെയും ഒരു കാര്യത്തിലും ഒരു വിവരം നൽകിയിരുന്നില്ല. അത്ര കണ്ട് രഹസ്യാത്മകമായി തന്നെയായിരുന്നു അന്വേഷണ സംഘം ഇതുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. ആദ്യം ലഭിച്ച 2 പരാതികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ 2 പരാതികളിലും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോകുന്നു. മുൻകൂർ ജാമ്യം തേടാനുള്ള സാവകാശം അവസരം ലഭിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകാതെയായിരുന്നു ഈ ഘട്ടത്തിൽ ഈ മൂന്നാമത്തെ കേസിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. അത്രത്തോളം ഗൗരവമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പരാതി ഈ മൂന്നാമത്തെ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അവിടെ നിന്നും ഇന്നലെ 12:30 ഒരു മണിയോടെ കസ്റ്റഡിയിലെടുത്ത ശേഷം അവിടെ നിന്നും നേരെ എത്തിച്ചത് പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ്. AR എത്തിച്ചു. നിലവിൽ വിദേശത്തുള്ള ഒരു പരാതിക്കാരിയുടെ പരാതിയിന്മേലാണ് ഈ പോലീസ് നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും പ്രതിയെ ഹാജരാക്കുക. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നിലവിൽ ഈ കേസിൽ കാണുന്നില്ല. അത്ര കണ്ട് ഗുരുതരമായ ചില പരാമർശങ്ങൾ ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. AIG പൂങ്കുഴലി അടക്കം ഈ AR ക്യാമ്പിലെത്തി വിശദമായ ചോദ്യം ചെയ്യും പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം ശേഷമാകും പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹാജരാക്കുക. ഒരുപക്ഷെ തിരുവല്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും റിമാൻഡ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അല്ലെങ്കിൽ സാവകാശം ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ നിയമപരമായ സംരക്ഷണം ലഭിക്കാനോ ഉള്ള സാധ്യതകളെല്ലാം തന്നെ പഴുതടച്ച നീക്കത്തിലൂടെ അവസാനിപ്പിച്ച ശേഷമായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകാതെയായിരുന്നു നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. ഏകദേശം ഒരാഴ്ച മുൻപാണ് പരാതി ലഭിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതിക്കാരിയായ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിന് ശേഷം ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു, ക്രൂര ബലാത്സംഗം ഈ പെൺകുട്ടി നേരിട്ടു എന്നടക്കമുള്ള ചില നിർണായക തെളിവുകളോടെയുള്ള നീക്കമാണ് നിലവിൽ അന്വേഷണ സംഘം നടത്തുന്നത്.
ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും ഒരു തരത്തിലും ഏതെങ്കിലും ചെറിയ വിവരങ്ങൾ പോലും പുറത്തേക്ക് പോകാതെയുള്ള അന്വേഷണമായിരുന്നു ഇവരുടെ ഭാഗത്ത് ആ കാര്യങ്ങൾ കൂടുതൽ ഒന്നുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ശ്രീരാജ്. അപ്പോൾ ഇന്നലെ നടന്ന അറസ്റ്റ് എങ്ങനെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആ രഹസ്യ നീക്കം? KPM ഹോട്ടലിലേക്ക് എപ്പോഴാണ് അന്വേഷണ സംഘം എത്തിയത്? എങ്ങനെയായിരുന്നു രാഹുലിലേക്ക് എത്തിയത്? രാഹുലിനെ പിടികൂടിയത് എങ്ങനെയായിരുന്നു? തുടങ്ങിയ കാര്യങ്ങൾ ശാന്തകുമാർ വെള്ളാലത്ത് കൂടി നമുക്കിപ്പോൾ ചേർന്നുണ്ട്. ശാന്തകുമാർ, എങ്ങനെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? ഇന്നലെ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അതീവ രഹസ്യമായ അന്വേഷണ സംഘം KPM ഹോട്ടലിലെത്തി കസ്റ്റഡിയിലെടുത്തത്? ഇതൊരു സിനിമാ കഥയെ വെല്ലുന്ന വിധത്തിലായിരുന്നു കേരള പോലീസ് സംസ്ഥാനത്തെ ഒരു നിയമസഭാ അംഗത്തെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പോലീസ് പാലക്കാട്ടെ KPM ഹോട്ടലിൽ എത്തുന്നത്. ഈ പാലക്കാട് KPM ഹോട്ടലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി താമസിക്കുന്നത്. ഈ പരാതി ലഭിച്ചത് രഹസ്യമാക്കി വെച്ച പോലീസ് സമാനമായ രീതിയിൽ തന്നെയാണ് അതിൽ തുടർന്നുള്ള നടപടികളിലേക്കും കടന്നിരിക്കുന്നത്. ഈ പൂങ്കുഴലിക്ക് ലഭിച്ച പരാതി അവർ അതീവ രഹസ്യമാക്കുന്നു. തുടർന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരിപാടികൾ, അദ്ദേഹത്തിന്റെ സന്ദർശന വഴികൾ, ഇവയെല്ലാം വിശദമായി പരിശോധിക്കുന്നു. ഒരാഴ്ചയോളം പോലീസ് ഈ കാര്യത്തിൽ അതീവ രഹസ്യമായി തന്നെ രാഹുലിനെ നിരീക്ഷിക്കുക തന്നെയായിരുന്നു. അങ്ങനെയാണ് രാഹുൽ ഇന്നലെ പാലക്കാട് എത്തിയിരുന്നു. ഇന്നലെ വൈകിട്ടും ഓരോ സ്വകാര്യ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ 2 പോലീസുകാർ ഈ KPM ഹോട്ടലിൽ ഒരു ദിവസം മുമ്പ് തന്നെ താമസവുമാക്കിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, ഏത് രീതിയിൽ കസ്റ്റഡിയിലെടുക്കേണ്ടത്, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി തന്നെ അന്വേഷണ സംഘം വളരെ രഹസ്യാത്മകമായി തന്നെ എല്ലാ നീക്കങ്ങളും നടത്തി. ആ നീക്കങ്ങൾ വലിയ വിജയമായി കണ്ടു തന്നെയാണ് ഇന്നലെ പോലീസ് ആരെയും കാണാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ 2002 നമ്പർ ഹോട്ടൽ മുറിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഈ ഹോട്ടൽ മുറിയിലേക്ക് വന്നത് 3 പോലീസ് ജീപ്പുകളായാണ് വന്നത്. ജില്ലയിൽ നിന്നുള്ള ഷൊർണൂർ DYSP N മുരളീധരൻ മാത്രമാണ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അതൊരു ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ജില്ലയിൽ നിന്നുള്ള ഒരു DYSP ഒരു ചുമതല നൽകിയിരുന്നത്. തുടർന്ന് ഈ അന്വേഷണ സംഘം മുഴുവൻ പേരും ഇപ്പം ഈ പ്രതിക്കോ അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ ഒന്നും ഒരു സൂചന പോലും നൽകാതെ അന്വേഷണ സംഘം അതീവ രഹസ്യമായി നടത്തിയ നീക്കം അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. അതീവ രഹസ്യമായി നടത്തിയ നീക്കം തന്നെയായിരുന്നു. ഷൊർണൂർ DYSP N മുരളീധരന്റെ സാന്നിധ്യത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ 2 ജീപ്പുകളിലായി 2 സംഘങ്ങളായി ഇവർ തിരിഞ്ഞു പോവുകയായിരുന്നു. ഈ സമയത്ത് ഹോട്ടലിലേക്ക് വരുമ്പോൾ ഇതിന്റെ രഹസ്യാത്മക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി റിസപ്ഷനിലുള്ള ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് വാങ്ങിവെക്കുകയും ഇവരെ ഒപ്പം നിർത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിന്റെ CCTV ദൃശ്യങ്ങൾ നൽകരുതെന്നും CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് നൽകരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ 2002 നമ്പർ മുറിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നതിന് ശേഷം ആ മുറി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതിന്റെ 2 താക്കോലുകളുണ്ട്. ഒരു താക്കോൽ രാഹുലിന് നൽകിയതും ഒപ്പം തന്നെ അതിന്റെ ഒരു സ്പെയർ താക്കോൽ ഇങ്ങനെ അതീവ രഹസ്യമായിട്ട് അന്വേഷണ സംഘം നടത്തിയ നീക്കത്തിനോട്